ഡയഗ്നോസ്റ്റിക്സിൻ്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു എൻട്രി കയ്യിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാം. അപ്പം ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാനൽ പാറ്റേൺ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് പോകുന്നതിന് മുമ്പ് ഈ ചാർട്ട് തുടങ്ങിയേക്കുന്ന അറൗണ്ട് ഒരു ഏകദേശം 2021 റേഞ്ചിലാണ് തുടങ്ങിയേക്കുന്നത്. പിന്നെ പുറത്താണ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ നോയ്സുകൾ കാണും. അപ്പം ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഇത്രയും നാളത്തേക്ക് 2021 മുതൽ ഒരു റെസിസ്റ്റൻസിലാണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിലോട്ട് വന്നിട്ടേ ഇല്ല. ഇവിടെ നമുക്കൊരു ഡബിൾ ബോട്ടം പോലെ നമുക്ക് കാണാം. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. പിന്നെ ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷനിലാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡബിൾ ബോട്ടം പോലെ ചെറിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു എൻട്രി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റെസിസ്റ്റൻസ് വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ടാർഗറ്റ് വെക്കാം. അപ്പം കൃത്യം ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിലൂടെ തന്നെ എൻട്രി എടുക്കുകയാണെന്നുള്ളവർ അങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുക. ചാടിക്കേറി ഒരു എൻട്രിയുടെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പാറ്റേണൊക്കെ കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മളിപ്പോഴും പറയാറുള്ള പോലെ തന്നെ താഴേന്ന് വാങ്ങിച്ചവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിലവിൽ സെൽ ഓഫ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അപ്പം കുറച്ചാൾ ഇങ്ങനെ താഴെ കിടന്നിട്ടായിരിക്കും പിന്നെ മുകളിലോട്ടുള്ളൊരു പോക്ക്. പിന്നെ എല്ലാവരും ഒന്ന് വറീഡ് ആകേണ്ട, അല്ലെങ്കിൽ ഒന്ന് വറീഡ് ആകണമെന്നല്ല, ഒന്ന് അലേർട്ടാകേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഒരു ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്കായാൽ മാത്രം ഒന്ന് അലേർട്ടാകുക. ഇതിന് മുകളിൽ കിടക്കുന്നിടത്തോളം കാലം ഓൾമോസ്റ്റ് സേഫ് തന്നെയാണ്. അപ്പം അതുവരെ ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ റെസിസ്റ്റൻസ് അടിച്ചടിച്ച് കിടപ്പുണ്ട്. ഇവിടെ സെല്ലിംഗ് ഉണ്ട്. ഈ പതുക്കെ ഇങ്ങനെ താഴെ വന്ന് പതുക്കെ ആയിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നല്ലൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ, ഇതിലും ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോയാലും നിങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് ഓക്കെ തന്നെ ആയിരിക്കും. ഒരു 4 അവർ നോക്കിയാൽ ഓൾമോസ്റ്റ് അവിടെ ഓക്കെ തന്നെ ആയിരിക്കും. അപ്പം ചെറിയൊരു സ്വിംഗ് ലോയിലോ അല്ലെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ താഴെയോ നിങ്ങളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. നിങ്ങളുടെ ഒരു ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് തന്നെ നിങ്ങൾ വെക്കുക, നിങ്ങളുടെ റിസ്ക് വെച്ചിട്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, പിന്നീട് എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ടുള്ളവരാണെങ്കിലും കണ്ടുപഠിക്കുക. സബ് ആയിട്ടുള്ള എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സബ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പം ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ട് ഇത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പം മറ്റൊരു ചാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും വരാം. വീണ്ടും ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.